ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. അപ്പൊ നമ്മുടെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്കുള്ള കേരള PSCയുടെ എക്സാം ഇങ്ങോട്ട് അടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുള്ള പരിശീലനങ്ങളൊക്കെ എല്ലാവരും തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ നമ്മളൊരു പ്ലാൻ ഒക്കെ നേരത്തെ പ്രപ്പോസ് ചെയ്തിരുന്നു. അതായത് നമ്മൾ കൺഫർമേഷൻ കൊടുക്കുന്ന ഡേറ്റ് മുതല് പിന്നീട് അങ്ങോട്ടേക്ക് ഉള്ള ദിവസങ്ങള് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു പരീക്ഷയുടെ പരിശീലനത്തിനായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്ന് പ്രപ്പോസ് ചെയ്തുകൊണ്ട് നമ്മളൊരു മിഷൻ 11 പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഞാൻ വിചാരിക്കുന്നു കുറച്ചെങ്കിലും കുട്ടികൾ അത് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഇൻ കേസ് അത് ഫോളോ ചെയ്യാനായിട്ട് സാധിക്കാതെ വന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പുതിയൊരു പ്ലാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വേറൊന്നുമല്ല, 25 ഡേയ്സ് സ്പ്രിന്റ് വിത്ത് ക്ലിക്കിന്റെ ഒപ്പം ഒരു 25 ഡേയ്സ് നിങ്ങൾ ഒരു ഓട്ട പ്രദക്ഷിണം നടത്തുവാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാം. പക്ഷെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു, ഈ 25 ഡേയ്സിന്റെ സ്പ്രിന്റ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും അറ്റ്ലീസ്റ്റ് 4 hours എങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് തയ്യാറാവണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇതിനകത്ത് എന്തോ മന്ത്രവിദ്യകളോ ജാലവിദ്യകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇത് നിങ്ങളെ വെറുതെ പറഞ്ഞ് എന്താ പറയാ ദിവാസ്വപ്നം കാണിക്കാനോ അങ്ങനെയൊന്നും പറയുന്നതല്ല. പ്യുവർ ഹാർഡ് വർക്ക് ആൻഡ് പ്യുവർ സ്മാർട്ട് വർക്ക്, അതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന സോ കോൾഡ് 25 ഡേയ്സ് സ്പ്രിന്റ് വിത്ത് ക്ലിക്കിന്റെ 2 ദിവസങ്ങളിൽ, ഇന്നാണ് 2ാമത്തെ ദിവസം കേട്ടോ. ഇന്നലെ ആദ്യ ദിവസമായിരുന്നു. ഇനി നാളെ 3ാമത്തെ ദിവസം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോക്കകത്ത് പറയാനായിട്ട് പോകുന്നത്. അപ്പോ ആദ്യ 2 ദിവസങ്ങളിലും, അതായത് ഇന്നലെയും ഇന്നുമായിട്ട് നമ്മള് മാത്സും ഫിസിക്സും കെമിസ്ട്രിയും 3 സബ്ജക്റ്റുകളും കൈകാര്യം ചെയ്തിരുന്നു. അതിന്റെ ഏതൊക്കെ വീഡിയോസ്, ഏതൊക്കെ ടോപ്പിക്സ്, എത്ര സമയം വീതമുള്ള വീഡിയോസ് ആണ് നിങ്ങൾ ഇതിനകത്ത് കണ്ടു തീർക്കേണ്ടത് എന്നൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അത് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻ കേസ് നിങ്ങൾ കുറച്ച് ലേറ്റ് ആയി, ഇന്നാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ നാളെയാണ് ഈ ഒരു വീഡിയോ കാണുന്നത് എങ്കിൽ നാളെ സൺഡേ ആണ്. ആക്ച്വലി 24 hours ഉണ്ട് നിങ്ങളുടെ പക്കല്. കഴിഞ്ഞ ദിവസത്തെ 4+4, അതായത് ഇന്നലത്തെയും ഇന്നത്തെയും 8 മണിക്കൂർ നിങ്ങൾക്ക് വേണമെങ്കിൽ നാളെ കോമ്പൻസേറ്റ് ചെയ്യാം. ഓക്കെ, പ്ലസ് ഒരു 4 hours കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ നാളത്തെ പ്ലാനും സക്സസ് ആവും. ഇനിയിപ്പോ അത് പറ്റിയില്ല എന്ന് വിചാരിക്കാം, ആ 8 hours കവർ ചെയ്ത് മൺഡേ ഒരു എക്സ്ട്രാ 1 hour കൂടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഈ ഒരു പ്ലാനിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഐ എം പ്രിറ്റി ഷുവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് മാക്സിമം പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടെ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാൾക്കും ഇത് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിനി ഡേ 3 എക്സാം എങ്ങനെ പ്ലാൻ ചെയ്യാം, എങ്ങനെ വേണം ഡേ 3 നമ്മൾ സ്പെൻഡ് ചെയ്യാൻ എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. സോ സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചധികം സമയം കിട്ടും എന്ന അസംഷനിൽ അപ്പൊ പറഞ്ഞേക്കരുത് ഇനി എക്സാമിന് കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ. ഇനി അങ്ങോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് 10 ദിവസങ്ങൾക്കുള്ളിൽ നമ്മുടെ ഹോൾ ടിക്കറ്റ് ഇങ്ങ് എത്തും. ഓക്കെ, അവിടുന്ന് 2 ആഴ്ച കഴിഞ്ഞാൽ എക്സാം ആയി. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ നമ്മള് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത വിഷയങ്ങള് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, അതിനകത്ത് മാത്സിലെ ലീനിയർ ഓൾജിബ്ര നാളെ അങ്ങോട്ട് നമുക്ക് ഫിനിഷ് ചെയ്തേക്കാം. ലൈക്ക് നമ്മള് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്, അതായത് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് വരെയാണ്. അതിന്റെ ഒറ്റ വീഡിയോ മാത്രമേ ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇന്നേക്ക് കാണാനായിട്ട്. അതിന്റെ വീഡിയോ കാണുക, അതിന്റെ പ്രോബ്ലംസ് ചെയ്യുക, അതുപോലെ തന്നെ അതിന്റെ MCQs ചെയ്ത് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അതില് റിവൈസ് ചെയ്യാനുള്ള പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെക്കുക. അതൊക്കെയായിരുന്നു ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്കറിയില്ല എത്ര പേര് കണ്ടു എന്നുള്ളത്. ഇന്നലെ എനിക്കൊരു സ്മോൾ സർജറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് ഡിസ്ചാർജ് ആയി ഇന്ന് വൈകുന്നേരമാണ് ഇവിടെ എത്തിയത്, വീട്ടിലെത്തിയത്. ആക്ച്വലി എനിക്ക് റെസ്റ്റ് ആണ്, ബട്ട് ഐ എം എ കൈൻഡ് ഓഫ് എനർജി ബോംബ്.
അങ്ങനെ ഞാൻ തന്നെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സെഷൻ ഇപ്പൊ ഹാൻഡിൽ ചെയ്യുന്നു. അതായത് ബിലീവ് ഇൻ യുവർ സെൽസ്. അതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഈ ഇതെല്ലാം കഴിഞ്ഞ് സർജറി എല്ലാം കഴിഞ്ഞ് വന്നിരിക്കുന്ന എനിക്ക് ഇങ്ങനെ സംസാരിക്കാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ആ ഒരു കാലിബർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറമാണ്. ഓക്കെ, സോ ബിലീവ് ഇൻ യുവർ സെൽഫ് ഫസ്റ്റ്. ഇനി അടുത്ത കാര്യം, അതായത് ഓക്കെ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. നാളെ നമുക്ക് ലീനിയർ ആൾജിബ്ര ഉണ്ടല്ലോ, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ മാത്സിന്റെ, അതങ്ങ് അവസാനിപ്പിച്ചേക്കാം. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിന്റെ ബാക്കിയുള്ള വീഡിയോസ് കാണാം. പിന്നെ റോ എക്ലോൺ ഫോം, പിന്നെ റാങ്ക് ഓഫ് എ മെട്രിക്സ്, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ തിയറം ഫോർ ലീനിയർ സിസ്റ്റംസ്, ആൻഡ് ഫൈനലി ഈഗൺ വാല്യൂസ് ആൻഡ് ഈഗൺ വെക്ടേഴ്സ്. അതായത് 4 വീഡിയോസ് ആണ് നിങ്ങൾ നാളെ കാണേണ്ടതായിട്ട് വരിക. ചിലപ്പോ ഒരെണ്ണം കൂടെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. നാളേക്ക് ഞാനൊരു വീഡിയോ ചെയ്യാനായിട്ട് ചെറിയൊരു പ്ലാൻ ഉണ്ട്. ഏത്, ഈ ലീനിയർ ഓൾജിബ്രയുടെ പോർഷന്. ഓക്കെ, MCQs ഹാൻഡിൽ ചെയ്യുന്ന ഒരു സെഷൻ ആണ് അത്. അധികം സമയമൊന്നും കാണൂല, ഒരു 15-20 മിനിറ്റ് കൂടിപ്പോയാൽ അത്രയേ വരുള്ളൂ. ഓക്കെ, അപ്പം ഈ പറഞ്ഞ 4 വീഡിയോസും കൂടെ നാളെ നിങ്ങൾ കവർ ചെയ്യേണ്ട 4 വീഡിയോസിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഏത്, ലീനിയർ ഓൾജിബ്രയുടേത്. ഈ 4 ലിങ്ക്സും കൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് 1.5 മണിക്കൂറിന്റെ വീഡിയോയാണ് ഉണ്ടാവുക. 1.5 മണിക്കൂർ കഷ്ടി, 1.25 മണിക്കൂറിനൊക്കെ കുറവേ ഉള്ളൂ കേട്ടോ, സത്യം പറയുകയാണെങ്കിൽ, ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ. പിന്നെ നിങ്ങൾ അതിന്റെ ആ നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കുക, ദെൻ MCQs ഒന്ന് വായിച്ചു നോക്കുക, ദെൻ അതിന്റെ ക്യാപ്സ്യൂൾ നിങ്ങൾ കൈവശമുണ്ടെങ്കിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കുക. സ്വന്തമായി നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുന്ന കുട്ടികളുണ്ട് ഈ വീഡിയോസ് കാണുന്നത് എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. നിങ്ങൾ അത് ഫോളോ ചെയ്തോളൂ. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഇന്നും ഇന്നലെയും നമ്മൾ കെമിസ്ട്രിയും ഫിസിക്സും പഠിക്കുന്നുണ്ടായിരുന്നു അല്ലെ. നമ്മള് നാളെ കെമിസ്ട്രി പഠിക്കുന്നില്ല, പകരം നമ്മൾ ചെയ്യാൻ പോകുന്ന ഫിസിക്സ് അങ്ങോട്ടേക്ക് അവസാനിപ്പിക്കുകയാണ്. ഫിസിക്സിന്റെ ഫസ്റ്റ് മൊഡ്യൂൾ അവസാനിപ്പിക്കുകയാണ്. ഫിസിക്സ് അവസാനിപ്പിക്കുകയാണ് എന്ന് പറയാൻ സാധിക്കില്ല, ഫസ്റ്റ് മൊഡ്യൂൾ അവസാനിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ ഫിസിക്സിലെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഫോട്ടോണിക്സ് ആണ്. അതിനകത്ത് LED സോളാർ സെല്ല്, അതാണ് നമുക്ക് പഠിക്കാനുള്ളത് സിലബസ് പ്രകാരം. അതൊരു 15 മിനിറ്റ്സിന്റെ ഒരു വീഡിയോ ഉണ്ട് നമ്മുടെ ചാനലിനകത്ത്, അത് നിങ്ങൾ കാണുക. അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ 25 ഡേയ്സ് സ്പ്രിന്റ് വിത്ത് ക്ലിക്ക് എന്ന് പറയുന്ന ഈ ഒരു പ്ലാൻ പ്രകാരം നമ്മുടെ 3rd ഡേ ആണ് നാളെ. അപ്പൊ അതിനകത്ത് നിങ്ങൾ കണ്ടു തീർക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും വരുന്നത്. അപ്പൊ ലാഗ് ആയിട്ടുള്ള ഏതെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു വീഡിയോ എന്താ പറയാ, നിങ്ങൾ കണ്ട് അവസാനിപ്പിച്ച ശേഷം തന്നെ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ അങ്ങ് തുടങ്ങി നോക്കിയേ പഠിക്കാനായിട്ട്. ഇന്ന് നിങ്ങൾക്ക് കിട്ടും ഏകദേശം, അയ്യോ ഇപ്പൊ 10 മണിയായല്ലേ, ഇത് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് ഇടുമ്പോഴേക്കും ഒരു 11 മണിയാവുക ഏകദേശം. ഓക്കെ, ഏതാ ട്രെയിൻ പോയതെന്ന് അറിയില്ല, നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ, ഫൈൻ. അപ്പം പിന്നെ അപ്പൊ പറയാനുള്ളത്, നമുക്ക് ഫിസിക്സ് കംപ്ലീറ്റ് ചെയ്യാം. ദെൻ അപ്പൊ നമ്മളിവിടെ ആകെ 1.25 മണിക്കൂർ മാത്സും 15 മിനിറ്റിന്റെ ഫിസിക്സും ആണ്. അത് നമ്മൾ പഠിച്ചു വരുമ്പോ ഏകദേശം 2 മണിക്കൂർ എന്തായാലും ആവും. ഇനിയിപ്പോ 2 മണിക്കൂറല്ല, അതിലും കൂടുതൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. നാളെ സൺഡേ ആണ്, ബാക്കി 2 മണിക്കൂറും കൂടി ഇല്ലേ നിങ്ങൾക്ക്. നിങ്ങള് ഈ ആഴ്ചയിൽ പഠിച്ച ഈ 3 ദിവസങ്ങളിലായിട്ട് പഠിച്ചിട്ടുള്ള, അതായത് 25 ഡേയ്സ് സ്പ്രിന്റ് വിത്ത് ക്ലിക്ക് പ്രകാരം ഞാൻ സജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഈ 3 ദിവസത്തെ കണ്ടന്റ്സ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. അപ്പൊ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. ദെൻ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേയ്സിൽ ഞാൻ പ്ലാൻസ് പറയുന്നതിനനുസരിച്ച് നിങ്ങൾ അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ എൻറ്റയർലി നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. എന്തായാലും പ്രോബബിലിറ്റിയുടെ കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്യാനായിട്ട് പെൻഡിങ് ഉണ്ട്, അതെനിക്ക് അറിയാം. ബട്ട് ട്രസ്റ്റ് മീ, അത് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും എന്താ പറയാ, ലെറ്റ് മീ ട്രൈ ഇറ്റ്, ഐ പോസ്റ്റ് ഇറ്റ് അറ്റ് ദ ഏർലിയസ്റ്റ്. അത്ര എനിക്ക് ഇപ്പൊ പറയാനായിട്ട് സാധിക്കുള്ളൂ.
അപ്പോ നാളെ കാണാനുള്ള വീഡിയോസിന്റെ ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇൻ കേസ് ഏതെങ്കിലും കുട്ടികൾക്ക് മെറ്റീരിയൽസ് ഇനി ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി, ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം. പിന്നെ പ്ലീസ് നോട്ട് ദാറ്റ് ദോസ് മെറ്റീരിയൽസ് ആർ പെയ്ഡ്. എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സാരമില്ല, നാളത്തെ വീഡിയോയിൽ ഞാൻ പറയാം. പ്രത്യേക ഒരു കാര്യം, മിഷൻ 11 ഫോളോ ചെയ്യുന്നവര് അത് ഫോളോ ചെയ്യുക തന്നെ വേണം. ഓക്കെ. കാരണം എന്താണ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു 2 വീക്ക് സ്ട്രാറ്റജി വരുന്നുണ്ട്. നിങ്ങളുടെ എന്തായാലും മിഷൻ 11 ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ ഒരു സോക്കോൾഡ് സ്റ്റഡി നമ്മുടെ ഈ ഒരു എക്സാമിന് ഒരു 2 ആഴ്ച മുന്നെങ്കിലും എന്തായാലും തീരും. അപ്പോ കിട്ടുന്ന ആ ഒരു 2 വീക്സ് നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോ ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത്, ഇതിനകത്തെ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയതും എന്റെ സ്വന്തം സഹോദരിക്കും അതുപോലെ തന്നെ 2 കസിൻസ് അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട 2 കുട്ടികൾക്കും വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഓരോരുത്തരെ ഇങ്ങനെ മെറ്റീരിയൽസ് വാങ്ങിക്കാനും അവര് കണ്ടന്റ്സ് വായിച്ച് ഡൗട്ട്സ് ചോദിക്കുമ്പോഴും കാര്യങ്ങളും ഒക്കെ വരുമ്പോ എന്ന് പറഞ്ഞിട്ട് എന്താ പറയാ, പ്രിയപ്പെട്ടവരുടെ എണ്ണം കൂടി വരികയാണ് ചെയ്യുന്നത് ഓരോ ദിവസം ചെല്ലും തോറും. അപ്പോ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഹാർഡ് വർക്കിനുള്ള റിവാർഡ് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ അതെന്തായാലും കിട്ടിയിരിക്കും. ഓക്കെ. അപ്പോ ബി പോസിറ്റീവ്. നല്ല ഒരു ദിവസമാണ്. വെറുതെ എന്താ പറയാ, കുറച്ച് ദിവസങ്ങൾ കൂടി ഒന്ന് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ ഈ സംഭവം കയ്യിലിരിക്കും. ഓക്കെ. അപ്പൊ ഒരു സൺഡേ അങ്ങോട്ട് അടിച്ചു പൊളിച്ച് നടക്കാതെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചെറുതായി ഒന്നിരുന്ന് കുത്തിയിരുന്ന് പഠിച്ച് എഫേർട്ട് എടുത്ത് അങ്ങ് ഈ എക്സാം അങ്ങ് നമുക്ക് തകർക്കാം. ഓക്കെ. അപ്പോ അടുത്ത വീഡിയോയുമായിട്ട് നാളെ കാണാം. ബൈ ഫോർ നൗ.